ഈശോയിൽ സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം അഷ്ടസൗഭാഗ്യങ്ങളാണ്. ഈ അഷ്ടസൗഭാഗ്യങ്ങളുടെ മലയില് വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അന്ന് ആ ഗൈഡ് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിൽ കിടക്കാണ്. ഇത് ഏറ്റവും കൂടുതൽ എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നീട് അതിനകത്ത് ഉണ്ടായിരുന്ന ചില ഭൂചലനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയാം. എന്തുമായിക്കോട്ടെ, ഈ ഗലീലിയ തടാകത്തോട് ഫേസ് ചെയ്തൊരു പ്ലേസ് ആണത്. അപ്പൊ ആ സ്ഥലത്തിരുന്ന് കർത്താവ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ പഠിപ്പിച്ചത് ഈ മുഴക്കമുള്ളൊരിടത്ത് ഇതെന്റെ ഉള്ളിൽ മുഴങ്ങി കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മുഴക്കം ഉണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂത്തിന്റെ വലിയൊരു റിട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഒരു പയ്യനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അവൻ പറഞ്ഞു, DJ പരിപാടി അടിപൊളിയായിരുന്നു. ക്രിസ്തുവിനെ കിട്ടിയോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ധ്യാനം കഴിയുമ്പോൾ. ഈ ന്യൂ ഇയർ പരിപാടി അവിടെ പാതിര കുർബാന വളരെ കാര്യമായിട്ട് നടക്കുകയാണ്. അതിന് തൊട്ടടുത്ത് വലിയ ആഘോഷങ്ങൾ, DJ പരിപാടി നടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞൊരു കമന്റ്, കുറച്ചു നാളത്തേക്ക് നമുക്ക് ഇനിയിപ്പോ ഈ ന്യൂ ഇയർ പാതിര കുർബാനയൊന്നും വേണ്ട, ഒരു പപ്പാഞ്ഞിനെയും കത്തിച്ചൊരു DJ പരിപാടിയും വെച്ചാൽ കുറച്ചും കൂടി ആൾക്കാർ പള്ളിയിൽ വരും. ചോദ്യം അവശേഷിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഈ മുഴക്കം ഉണ്ടോ എന്നുള്ളതാണ്. ദരിദ്രനാകാൻ, വിലപിക്കാൻ, സങ്കടങ്ങളും വേദനകളും സ്വർഗരാജ്യത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ ഈ മുഴക്കം എൻ്റെ ഹൃദയത്തിലുണ്ടോ? ചോദ്യം അവശേഷിക്കുന്നു. ആമീൻ.